നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഈദ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. അപ്പൊ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പൊ റിക്വസ്റ്റിൽ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ. അപ്പോൾ എന്നത്തെ പോലെ എന്റെ എല്ലാ മേക്കപ്പ് വീഡിയോസും പോലെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുന്നേ എന്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഈദ് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു വർഷം ഇനി ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ വായിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. മുഖമൊക്കെ വൃത്തിയാക്കി ഇനി ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോവാണ്. ജോവീസിൻ്റെ ഹൈഡ്രാ മോയ്സ്റ്റ് പ്ലസ് എന്നൊരു മോയ്സ്ചറൈസറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അടുത്താണ് ഈ ഒരു മോയ്സ്ചറൈസർ വാങ്ങിയത്. ഇവിടെ വന്നപ്പോൾ സ്കിന്ന് നന്നായിട്ട് വരണ്ടു പോകുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്കിന്നൊക്കെ നന്നായിട്ട് വരണ്ടിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ വാങ്ങാമെന്ന്. അങ്ങനെയാണ് ഈ ഒരു മോയ്സ്ചറൈസർ വാങ്ങുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്യുക. എന്നാൽ മാത്രമേ സ്കിന്ന് ഇതൊന്ന് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം കുറവാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ എന്നും ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ എന്തായാലും എപ്പോഴും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മുടെ മുഖം മാത്രമല്ല, ചുണ്ടും നന്നായിട്ട് മോയ്സ്റ്റ് ആയിരിക്കണം എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ലിപ് ബാം കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലാക്മിയുടെ ലിപ് ലവ് എന്നൊരു ലിപ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ പുരികം വരഞ്ഞു കൊടുക്കുന്നുണ്ട്. മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ട്. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണിത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുരികം വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതൊന്ന് എടുത്ത് കാണിക്കും നമ്മുടെ മുഖത്ത്. അപ്പോൾ നമ്മൾ വലിയ മേക്കപ്പ് ഇട്ടിട്ടില്ലെങ്കിലും പുരികം വരഞ്ഞിരിക്കുന്നതും അതുപോലെ തന്നെ കണ്ണെഴുതുന്നതൊക്കെ നന്നായിട്ട് എടുത്ത് കാണിക്കും. അതന്നെ മതി, മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിൽ കൂടിയും നല്ല സുന്ദരിയായിരിക്കും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇപ്പം ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഇതൊന്നും മറക്കാറില്ല. ഐബ്രോ പെൻസിൽ എപ്പോഴും വരയാറുണ്ട്. അപ്പോൾ ത്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടെയും ഞാൻ വരയാറുണ്ട്. അപ്പോഴും ഇതൊന്ന് എടുത്ത് കാണിക്കും. ഷേപ്പിലായിട്ട് വരഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എടുത്ത് കാണിക്കും. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഐബ്രോസ് വരയുമ്പോൾ കട്ടിയായിട്ട് വേണോ അല്ലെങ്കിൽ കുറച്ച് നേർത്തതായിട്ട് വേണോ, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് വരഞ്ഞു കൊടുക്കുക. ഇനി ഞാൻ പോൺസിൻ്റെ BB ക്രീമാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചൊരു മോയ്സ്ചറൈസറും അതുപോലെ തന്നെ സൺസ്ക്രീൻ ലോഷനും മാത്രം മതിയെന്ന്. പിന്നെ വിചാരിച്ചൊരു ആഘോഷമൊക്കെ അല്ലേ, നമ്മൾ എന്തായാലും ഒന്ന് വ്യത്യസ്തമായിട്ടിരിക്കാൻ വിചാരിക്കും. എല്ലാ ദിവസത്തെയും പോലെ ആയിരിക്കില്ലല്ലോ, അന്ന് എന്തായാലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഡിഫറൻസ് വേണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ശരി, എന്നാൽ പോൺസിൻ്റെ BB ക്രീം തന്നെ എടുക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മുഖത്തും കഴുത്തിനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ബ്യൂട്ടി ബ്ലെൻഡറോ കോസ്മെറ്റിക് സ്പഞ്ചോ ഒന്നും തന്നെ എടുക്കുന്നില്ല. കൈവിരൽ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തെൻ്റെ മോനുണ്ട്. അപ്പോൾ അവനോട് സംസാരിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ മുഖത്ത് പല പല ഭാവങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഞാൻ സാധാരണ ടാൽക്കം പൗഡറാണ് എടുത്തിരിക്കുന്നത് പോൺസിൻ്റെ. അപ്പോൾ എന്നും കോമ്പാക്റ്റ് പൗഡറൊക്കെയല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ടാൽക്കം പൗഡർ ഉപയോഗിക്കാമെന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ കണ്ണിൻ്റെ അവിടെ കൺപോളൊക്കെ ചുറ്റൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കൺമഷൊക്കെ ഇടുമ്പോഴത് വേറെ തൊലിച്ച് മൊത്തം സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ കുറച്ച് ഡ്രൈ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കൺമഷി പരക്കുന്നതൊന്ന് കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഏരിയയിൽ ഞാൻ നല്ലോണം ഇട്ട് കൊടുത്തത്. ഇനി ഞാൻ ഈ ഒരു മേക്കപ്പിൽ കൺമഷിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്.
അപ്പോൾ ഒരു തട്ടവും കൺമഷിയും ഇട്ട് കൊടുത്താൽ തന്നെ നല്ല മൊഞ്ചത്തി കുട്ടിയാവും. അപ്പോൾ നല്ല കട്ടിയായിട്ടൊന്ന് കൺമഷി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാക്മിയുടെ ഐക്കോണിക് കാജലാണ് എടുത്തിരിക്കുന്നത്. ഐലൈനർ ഇടുന്നില്ല. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ടിയായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ കൺമഷിയും തട്ടവും മതി ഈ ഒരു മേക്കപ്പിന്. പിന്നെ ഞാൻ വിചാരിച്ചെന്ന് ഐ ഷാഡോ കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ മെബ്ലിൻ്റെ ദ ബ്ലഷ്ഡ് ന്യൂഡ്സ് എന്നൊരു പാലറ്റിൽ നിന്ന് ഒരു ലൈറ്റ് ന്യൂഡ് കളർ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു കൺപോളയ്ക്ക്. എന്നിട്ട് ഇതിന് മേലെ ഒരു ഷിമ്മറി ഷെയ്ഡും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഗോൾഡ് കളർ. എൻ്റെ ചുരിദാറിൻ്റെ ബോർഡറൊക്കെ ഒരു ഗോൾഡാണ് വർക്കൊക്കെ. അപ്പോൾ ഒരു ഗോൾഡ് കളർ ഷിമ്മറി ഷെയ്ഡ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാക്മി 925ൻ്റെ ഒരു ചെറിയൊരു ഐ ഷാഡോ പാലറ്റ് ഉണ്ട്. 4 ഐ ഷാഡോ മാത്രം വരുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഗോൾഡ് കളർ എടുത്ത് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു വീഡിയോ എടുത്തിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ നോക്കിയപ്പോൾ കണ്ടില്ല, അത് ജസ്റ്റ് മിസ്സായി പോയി. അപ്പോൾ സോറി കേട്ടോ, അത് ഇടുന്നത് എടുക്കാൻ പറ്റിയില്ല. ഇനി മെബിലിൻ്റെ ഹൈപ്പർ കേൾ വോളിയം എക്സ്പ്രസ് മസ്കാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മസ്കാരയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കണ്ണൊന്ന് എടുത്ത് കാണിക്കും. നമ്മൾ വലിയ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ലേ കൂടെയും കൺപീലിയൊക്കെ ഒന്ന് തിക്കായിട്ട് എടുത്ത് കാണിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മസ്കാര ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡെയിലി മേക്കപ്പിലൊന്നും ഞാനിതൊന്നും ഉൾപ്പെടുത്താറേ ഇല്ല. വല്ലപ്പോഴും ഫങ്ഷനൊക്കെ പോകുമ്പോഴോ അങ്ങനെയൊക്കെ മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കാറുള്ളൂ. ഇനി ലാസ്റ്റ് ലിപ്സ്റ്റിക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും മെബിലിൻ്റെ 635 ഷെയ്ഡുള്ള റോക്ക് ദ കോറൽ എന്നൊരു ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. പിന്നെന്താ, വേറെ ബ്ലഷോ ഹൈലൈറ്ററോ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ മേക്കപ്പിൽ. അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ലുക്ക്. ഇനി ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം. അപ്പോൾ ഇതാണ് ഡ്രസ്സ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. 2 വള മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു റിങ് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അത് ഏകദേശം എൻ്റെ ഡ്രസ്സിൻ്റെ കളറിൽ വരുന്നൊരു റിങ്ങാണ്. മാലയൊന്നും ഇട്ടിട്ടില്ല. കമ്മൽ ഇട്ടിട്ടുണ്ട്. കമ്മലൊരു വലിയൊരു കമ്മലാണ് ഇട്ടിരിക്കുന്നത്, സ്റ്റോണൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫുൾ ഡ്രസ്സ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഒന്നുകൂടെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഈദ് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം.